ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് എൽ സി യുവിലെ ക്യാരക്ടേഴ്സുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. സോ വീഡിയോയിലേക്ക് പോവാം. എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് 2019 കൈദിയിൽ തുടങ്ങി 2023 ലിയോയിലാണ് ഇപ്പോൾ എൽ സി യു എന്ന യൂണിവേഴ്സ് എത്തി നിൽക്കുന്നത്. ലോകേഷിൻ്റെ എൽ സി യുവിലെ ഹീറോസിന്, അതായത് ദളപതി വിജയ്, സൂര്യ, കാർത്തി, കമൽഹാസൻ, ഇവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ നോക്കിയാൽ തന്നെ ഈ വർഷം 2024 തമിഴ് സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന സിനിമകളെല്ലാം നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും നിരാശരാക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ 2 തന്നെ എടുക്കാം. വിക്രമിന് ശേഷം കമൽഹാസൻ ചെയ്ത സിനിമ, അതുപോലെ 2.0യ്ക്ക് ശേഷം ശങ്കർ എന്ന ഡയറക്ടറുടെ ഒരു അടാറ് കംബാക്ക് ഓഡിയൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സിനിമ. ഇതറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചതാണ് സംഭവം ബോംബായിരിക്കുമെന്ന്. എന്നാൽ കുറേ പേർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ശങ്കർ എന്ന ഡയറക്ടറല്ലേ, മൂപ്പരുടെയൊക്കെ ലെവൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. കുറച്ച് ഡൗൺ ആയത് 2.0 ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ 2ൻ്റെ റിലീസിന് ശേഷം പടം ടോട്ടലി എയറിലായിരുന്നു. ഇന്ത്യൻ താത്തയുടെ മലങ്കൾട്ട്, അതുപോലെ തന്നെ മർമാണി താത്ത, ഇങ്ങനെ പല ട്രോളുകളും ഇന്ത്യൻ 2വിന് വന്നിരുന്നു. 10 പൈസക്കില്ലാത്ത സ്ക്രിപ്റ്റ്, 10 പൈസക്കില്ലാത്ത മേക്കിംഗ്, പിന്നെ ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. എന്തിന്? VFX ഒക്കെ വധമായിരുന്നു. ശങ്കർ തന്നെയാണോ പണിയെന്ന് പോലും പലർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങി. ആ ലെവലിൽ മലങ്കൾട്ട് സാധനമായിരുന്നു ശങ്കർ ഇറക്കി വിട്ടിരുന്നത്. 500 കോടി ബഡ്ജറ്റിൽ വന്ന് 150 കോടി എങ്ങാണ്ടാണ് ഇന്ത്യൻ 2യുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗോട്ട്, ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഡയറക്റ്റഡ് ബൈ വെങ്കട് പ്രഭു. ഇതിലൊക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷ വേറെ ലെവൽ പ്രതീക്ഷയായിരുന്നു. ട്രെയിലർ വന്നപ്പോൾ തൊട്ട് പടം സയൻസ് ഫിക്ഷൻ, പടത്തിൻ്റെ VFX ഇതൊക്കെ വേറെ ലെവലാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. അനൗൺസ്മെൻറ്റ് തൊട്ടേ ഗോട്ടിന് ഹൈപ്പില്ലായിരുന്നു. എന്നാൽ റിലീസിൻ്റെ ഒരാഴ്ച മുമ്പ് പടത്തിന് നല്ല രീതിയിൽ ഹൈപ്പ് കയറിയിരുന്നു. അത് ആ ട്രെയിലറും കൊണ്ടാണ്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് തൊട്ട് സോങ് വരെ പടത്തിന് ഫുള്ള് നെഗറ്റീവായിരുന്നു. 10 പൈസക്കില്ലാത്ത സോങ്സ് ആയിരുന്നു ഗോട്ടിൽ ഉണ്ടായിരുന്നത്. ആകെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ചിന്ന ചിന്ന കൺകൾ എന്ന് പറഞ്ഞ ആ ഒരു മെലഡി സോങ് മാത്രമാണ്. ബാക്കിയെല്ലാം നല്ല അപരാധം പിടിച്ച സോങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഗോട്ടിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയത് നമ്മുടെ യങ് വിജയ് ആയിട്ടുള്ള ആ ഏജിങ് ക്യാരക്ടറായിട്ടുള്ള ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനായിരുന്നു. നല്ല രീതിയിൽ ട്രോള് കിട്ടിയിരുന്നു. ഇത് വിജയ് തന്നെയാണോ, എന്തിനാ വെങ്കട് പ്രഭു ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ ഹെയ്റ്റ് കമൻസും ട്രോളും വന്നിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 5 വേൾഡ് വൈഡ് ആയിട്ട് ഗോട്ട് റിലീസായി. പറയണ്ടല്ലോ, കേരളത്തിൽ ഫുള്ള് നെഗറ്റീവ്. ബീസ്റ്റിന് ശേഷം ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് വന്നൊരു സിനിമയാണ് ഗോട്ട്. കേരളത്തിൽ കേട്ടോ, കേരളത്തിലും ആന്ധ്രയിലും പടത്തിന് ഫുള്ള് നെഗറ്റീവായിരുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും ഗോട്ട് ഫുൾ ആൻഡ് ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടും ആയിരുന്നു. ട്രെയിലർ കണ്ടിട്ട് നമ്മൾ എന്താണോ വിചാരിച്ച് പോയത് അതൊന്നും ആയിരുന്നില്ല പടത്തിലുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഗോട്ട് തീരെ ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, അത്യാവശ്യം എൻഗേജിങ് ആയി പോയി. ആക്ഷൻ സീക്വൻസ് ആയാലും ഇൻ്റർവെല്ലിലെ ട്വിസ്റ്റ്, അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സും ക്യാമിയോസും എല്ലാം എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ബട്ട് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് അവിയൽ സാധനമായിരുന്നു. വെങ്കട് പ്രഭു എന്താ പണി വെച്ചതെന്ന് മൂപ്പർക്ക് പോലും അറിയില്ല. ആ ലെവൽ അപരാധമായിരുന്നു ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫ്. ഒരിക്കലും എനിക്ക് ഗോട്ടൊരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിനിമയായിരുന്നില്ല. ഫസ്റ്റ് ഡേ പോയി പ്രാന്ത് പിടിച്ചാണ് തിയേറ്ററിൽ നിന്ന് വന്നത്. ബട്ട് പടം എന്തൊക്കെ ആയിക്കോട്ടെ, ജീവൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അവനുള്ളത് കൊണ്ടാണ് പടം മൊത്തത്തിൽ പിടിച്ചു നിന്നത്. ആ ലെവല് വില്ലനീസ് ആയിരുന്നു ജീവൻ ഗോട്ടിൽ കാണിച്ചത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഏജിങ് ആയിക്കോട്ടെ, വെങ്കട് പ്രഭു ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പടത്തിൽ വിട്ടിട്ടുണ്ട്. അഴകിയ തമിഴ് മകളിൽ വർക്കാവാത്ത സാധനം ഗോട്ടിൽ നല്ല രീതിയിൽ വർക്കായി. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സോങ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയും ചെറുതായിട്ട് എൻജോയ് ചെയ്തത് മട്ട സോങ്ങിലെ തൃഷയുടെ ക്യാമിയോ ഒക്കെ ആയിരുന്നു. പിന്നെ ശിവാർത്തിയും ക്യാമിയോ, അങ്ങനെയുള്ള ചില ക്യാമിയോസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് നോക്കിയാൽ ഗോട്ടൊരു ആവറേജ് പടം. സിനിമയുടെ റിവ്യൂ ബേസ്ഡ് പടം ആവറേജ് ആണേലും കളക്ഷൻ ബേസ് പടം ബ്ലോക്ക് ബസ്റ്ററാണ്. 450 കോടിക്ക് മുകളിലാണ് ഗോട്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. അതും നെഗറ്റീവ് റിവ്യൂ വെച്ചിട്ട് ഈ ലെവല് തൂക്ക്. നെക്സ്റ്റ് ഫിലിം കങ്കുവ. സൂര്യനായകനായി ശിവ സംവിധാനം ചെയ്ത
പീരിയോഡിക് പാൻ വേൾഡ് സിനിമയായിരുന്നു കങ്കുവ. കങ്കുവേനെക്കുറിച്ച് പറയാനാണെങ്കിൽ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ മുതൽ റിലീസ് ട്രെയിലർ വരെ പക്ക ക്വാളിറ്റി സാധനമായിരുന്നു. പോസ്റ്റേഴ്സ് അടക്കം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കങ്കുവ ടീം വേറെ ലെവലായിരുന്നു. അതൊക്കെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. സിരുത്തൈ ശിവ തന്നെയാണോ ഇതൊക്കെ പണിയെന്ന് പോലും നമ്മളെയൊക്കെ ചിന്തിപ്പിച്ച രീതിയിലേക്കായിരുന്നു കങ്കുവ സിനിമയുടെ പോക്ക്. അങ്ങനെ ഈ മാസം നവംബർ 14 കങ്കുവ സിനിമ റിലീസായി. റിലീസായപ്പോൾ തൊട്ട് ഇതുവരെ കങ്കുവ എയറിലാണ്. ഇതുവരെ നിലത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ന്യൂസ് ചാനൽ മുതൽ പല ചാനലുകളടക്കം കങ്കുവയെ ഇപ്പോഴും ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ 12 മിനിറ്റ് പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പടത്തിന് ചെറുതായിട്ട് ട്രോളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ജ്യോതിക പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പടത്തിന് വീണ്ടും ഊക്ക് എക്സ്ട്രാ ആയിട്ട് മേടിച്ചു കൊടുത്തു. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ട്രോള് മേടിച്ചു കൊടുത്ത് അവരെയൊക്കെ എയറിൽ കയറ്റിയ ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിരുത്തൈ ശിവയാണ്. ജ്യോതിക, സൂര്യ, കാർത്തി എല്ലാം അപ്പോൾ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർത്തിയൊക്കെ ചോദിച്ചു മേടിച്ചതാണ്. മര്യാദയ്ക്ക് നല്ല ഏതെങ്കിലും പടം ചെയ്ത് പോയാൽ മതി. വെറുതെ കങ്കുവയിൽ തലയും കൊണ്ടുപോയി വെച്ച് എന്നാൽ ചെയ്ത റോള് നല്ലതാവട്ടെ, അതുമില്ല. കാട്ടവരാതം പിടിച്ച റോളാണ് കാർത്തിക്കും കിട്ടിയത്. കങ്കുവയ്ക്ക് റിലീസ് എടുക്കുമ്പോഴേക്കൊക്കെ നല്ല ഹൈപ്പായിരുന്നു. നല്ല രീതിയിൽ ഹൈപ്പിൽ വന്നതായിരുന്നു. അതും തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ റിലീസായിട്ട് കൂടി. എന്നിട്ടിപ്പോൾ 100 കോടി പോലും ടച്ച് ചെയ്യാൻ പറ്റാണ്ട് 86 കോടിയിൽ കിടക്കുകയാണ്. എന്താവുമെന്ന് ഒരു പിടുത്തവുമില്ല. സിനിമയുടെ ടീം അനാവശ്യമായിട്ട് കൊടുത്ത ഹൈപ്പ് തന്നെയാണ് കങ്കുവ സിനിമയെ ബാധിച്ചത്. അതും സൂര്യ ആയാലും ശിവയായാലും പ്രൊഡ്യൂസറായാലും നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തിരുന്നു. എന്നാൽ അതൊന്നും സിനിമയിൽ കണ്ടില്ല. 350-400 കോടി ബഡ്ജറ്റിൽ വന്ന് കങ്കുവ സിനിമ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 86 കോടിയാണ്. ശരിക്കും LCUവും ലോകേഷും തമ്മിൽ ഈ ഒരു നടന്മാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ കമൽഹാസനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമൽഹാസൻ ലോകേഷിൻ്റെ ഒപ്പം വിക്രം എന്നൊരു സിനിമ ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് നിൽക്കുകയാണ് ഇന്ത്യൻ 2 വരുന്നത്. കമൽഹാസൻ പഴയ സ്റ്റാർഡമെല്ലാം തിരിച്ചെടുത്ത് ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ശങ്കർ ഇന്ത്യൻ 2 എന്നൊരു ബോംബ് കൊണ്ടുവന്നിടുന്നത്. അതോടെ കമൽഹാസൻ്റെ കാര്യം തീരുമാനമായി. അതുപോലെ തന്നെ കൈദി, ലോകേഷിൻ്റെ ഒപ്പം കാർത്തി കൈദി എന്ന സിനിമ ചെയ്ത് നേരെ കൊണ്ടുപോയിട്ട് അടുത്ത സിനിമ ചെയ്തത് ജിത്തു ജോസഫിൻ്റെ തമ്പി എന്ന ഫിലിമായിരുന്നു. അതും ബോംബായിരുന്നു. നെക്സ്റ്റ് ദളപതിയുടെ ഗോട്ട്, അത് പിന്നെ പറയേണ്ട കാര്യമല്ല, അറിയാലോ, അതൊരു ബോംബായിരുന്നു. ലോകേഷിൻ്റെ ഒപ്പം LCU സിനിമയായിട്ടുള്ള ലിയോ ചെയ്തതിന് ശേഷമാണ് ദളപതി ഗോട്ട് ചെയ്യുന്നത്. ലിയോയ്ക്ക് കിട്ടിയ പോലെ ഒരു ഹൈപ്പ് തമിഴ് സിനിമയിൽ ഇന്നേ വരെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. 2023 ഇയർ ടോപ്പറും അതുപോലെ തമിഴ് ഇൻഡസ്ട്രി ഹിറ്റും ആയിരുന്നു ലിയോ. ദളപതി ലോകേഷ് കോംബോ, LCU ഇതൊക്കെയായിരുന്നു ലിയോയുടെ ഹൈപ്പിൻ്റെ പ്രധാന കാരണം. സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ മിക്സഡ് റെസ്പോൺസാണ് വന്നതെങ്കിലും സെക്കൻഡ് ഡേ തൊട്ട് അതെല്ലാം പോസിറ്റീവായി മാറി. എന്നാൽ ഇതൊന്നും പടത്തിൻ്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല. കേരളത്തിൽ ഫസ്റ്റ് ഡബിൾ ഡിജിറ്റ് ആയിട്ടുള്ള 12 CR ഓപ്പണിംഗ്. അതുപോലെ തമിഴ് സിനിമയിൽ ഫസ്റ്റ് ഡേ 100 കോടി വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന സിനിമ. അങ്ങനെ ജയിലർ കളക്ഷനെ അടക്കം പൊട്ടിച്ച് ലിയോ 650 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. ലിയോ ചെയ്ത് ദളപതി നേരെ ഗോട്ടിലേക്ക് വന്നു. എന്നാൽ ലിയോ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, ഗോട്ടും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, കളക്ഷൻ ബേസ് മാത്രം. എന്നാൽ സംഭവം ഒരു അടാറ് ബോംബ് തന്നെയായിരുന്നു. ഇനി LCUവിലെ അടുത്ത ക്യാരക്ടറായിട്ടുള്ള റോളക്സ്, നമ്മുടെ സൂര്യണ്ണൻ്റെ റോളക്സ്. വിക്രമിലെ റോളക്സ് എന്ന ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞ് സൂര്യണ്ണൻ നേരെ കൊണ്ടുപോയി തലവെച്ചത് കങ്കുവയിലേക്കായിരുന്നു. കങ്കുവൻ്റെ ഗതിയും എല്ലാവരും ഇപ്പം കണ്ടതാണ്. ഇതാണ് ഞാൻ പറയുന്നത്, എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ലോകേഷിൻ്റെ ഒപ്പം വിക്രം കഴിഞ്ഞ് കമൽഹാസൻ നേരെ ഇന്ത്യൻ 2 ചെയ്തു, ബോംബായി. ലോകേഷിൻ്റെ ഒപ്പം കൈദി കഴിഞ്ഞ് കാർത്തി അടുത്തത് തമ്പി ചെയ്തു, ബോംബായി. ലോകേഷിൻ്റെ ഒപ്പം ലിയോ ചെയ്ത് വിജയണ്ണൻ അടുത്തത് ഗോട്ട് ചെയ്തു, ബോംബായി. അതുപോലെ തന്നെ ലോകേഷിൻ്റെ വിക്രം സിനിമയിൽ റോളക്സ് എന്ന ക്യാരക്ടറിൽ നമ്മുടെ സൂര്യണ്ണൻ ഒരു ക്യാമിയോയിൽ വന്നു. അതിനുശേഷം സൂര്യണ്ണൻ നേരെ ചെയ്തത് കങ്കുവയായിരുന്നു, അതും അൾട്രാ ബോംബായി. ലോകേഷിൻ്റെ ഒപ്പം ഒന്നിച്ചു കഴിഞ്ഞ് LCU ഹീറോസ് അടുത്തതായിട്ട് ചെയ്ത പടങ്ങളെല്ലാം ബോംബാണ്. ഇതെല്ലാം ബോംബാവാൻ കാരണം ഹൈപ്പാണ്. അനാവശ്യമായിട്ടുള്ള ഹൈപ്പും കൊണ്ടാണ് പല പടങ്ങളും ഫ്ലോപ്പ് ആവുന്നത്. ഈ ഹൈപ്പ് കൊടുക്കുന്നത് സിനിമയുടെ ആൾക്കാർ തന്നെ. ഇപ്പം കമൽഹാസൻ ആയിക്കോട്ടെ, ഇന്ത്യൻ 2 ചെയ്യാൻ കാരണം ഇന്ത്യൻ 3 ആണെന്ന് പറഞ്ഞ് ഹൈപ്പ് അങ്ങ് കയറ്റിവിട്ട് പടം ബോംബായി. ഗോട്ടായിക്കോട്ടെ, പടം 1000 കോടി ക്രോസ് ചെയ്യുമെന്ന് വെങ്കട് പ്രഭുവിൻ്റെ അനിയൻ പറഞ്ഞ് പടം ഹൈപ്പ് കയറി. വെങ്കട് പ്രഭു കുറേ തള്ളൊക്കെ തള്ളിയിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ
വിജയണ്ണനെ സമ്മതിച്ചേ പറ്റൂ. പുള്ളീൻ്റെ പടത്തിനെക്കുറിച്ച് പുള്ളി പ്രത്യേകിച്ചൊന്നും പൊക്കിയടിക്കുകയോ ഒന്നുമില്ല. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ജനങ്ങളാണ് പറയേണ്ടതെന്നാണ് പുള്ളി പറയാറ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ സൂര്യാണ്ണനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യാണ്ണനടക്കം കങ്കുവ സിനിമേനെക്കുറിച്ച് തള്ളിയ തള്ളി. ഡയറക്ടർ പോട്ടെ, പ്രൊഡ്യൂസർ പോട്ടെ, സൂര്യാണ്ണൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നെരുപ്പ് പോലെ ഇരിക്കും എനി ഡയറക്ടേഴ്സ് എനി ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യൻ സിനിമ വായ പൊളന്ന് പാപ്പാങ്കെ. ഈ ലെവല് തള്ളൊക്കെയാണ് തള്ളിയത്. ഇതൊക്കെയാണ് ഓരോ പടങ്ങളും ഫ്ലോപ്പ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ. ഇതിനൊന്നും ഒരാവശ്യമില്ല. മര്യാദയ്ക്ക് പടം നോർമലായിട്ട് അങ്ങ് റിലീസ് ചെയ്താൽ മതി. നല്ല പടമാണെങ്കിൽ ഓട്ടോമാറ്റിക് പടത്തിന് ഹൈപ്പും കയറും, നല്ല രീതിയിൽ കളക്ഷനും വരും, ഒരു സീനും ഇല്ല. അങ്ങനെ LCUവിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയായിട്ട് ലിയോ വന്നു. ഇനി കുറച്ചും കൂടി ഹൈപ്പ് കൂടുതലാവാൻ പോകുന്നത് കൈദി 2 ആയിരിക്കും. പക്ഷേ ലോകേഷ് ആയതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്യുമെന്ന്. എന്നാൽ ലോകേഷ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് റോളക്സിൻ്റെ സ്പിൻ ഓഫാണ്. കാരണം വിക്രം സിനിമയിൽ ജസ്റ്റ് 5 മിനിറ്റ് വന്ന് നമ്മളൊന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആ റേഞ്ച് വില്ലനിസമാണ് റോളക്സ് ചെയ്തത്. അപ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടിയ ആ ഒരു എക്സ്പെക്റ്റേഷനും ഹൈപ്പും ഉണ്ട്. അത് റോളക്സ് എന്ന സിനിമയിൽ മുഴുവനായിട്ട് കിട്ടാണ്ട് എവിടെയെങ്കിലും അതൊന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അത് ആ സിനിമേനെ നല്ലപോലെ ബാധിക്കും. ഓഡിയൻസിൻ്റെ ഇടയിൽ റോളക്സിന് കിട്ടിയ ആ ഒരു ഹൈപ്പ് ഉണ്ട്, അത് സിനിമയിൽ മുഴുവനായിട്ട് ഉണ്ടാവണം. റോളക്സ് എന്ന ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് അത്രത്തോളം വലുതായിരിക്കണം. അത് നല്ല രീതിയിൽ വർക്കാവും വേണം. അതല്ല പടത്തിൽ എവിടെയും ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും പാളിച്ചകൾ വന്നാൽ തീർന്നു. കാരണം 5 മിനിറ്റ് കൊണ്ട് ആരെക്കൊണ്ടും നല്ല ഹൈപ്പിൽ വില്ലനിസം കാണിക്കാനും എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു 5 മിനിറ്റ് റോള് മാത്രമാണ്. എന്നാൽ പടത്തിലുടനീളം ആ 5 മിനിറ്റിൽ കിട്ടിയ ഹൈപ്പ് എല്ലാം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകേഷ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റോളക്സിൻ്റെ സ്പിൻ ഓഫ് ആയിരിക്കുമെന്ന്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ലോകേഷ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പണ്ണുമെന്നാണ് നമ്മുടെയും വിശ്വാസം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.